നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ധാരാളം ആളുകൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് ശരിക്കും ഇതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്ന് അറിയാതെ അല്പം കൂടുതൽ കാണിച്ചാൽ ടെൻഷൻ അടിക്കുക. ചിലത് കൂടുതലായിരിക്കില്ല, നോർമലായിരിക്കും പലപ്പോഴും, എന്നാലും ടെൻഷൻ എൻ്റെ കൂടുതലാണ്. നമ്മളിത് പഠിക്കണം. ഈ ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂസ് പല ആൾക്കാരുടെയും മനസ്സിലൊരു ധാരണയുണ്ട്. ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110, PPBS 140, അവിടുന്ന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം എന്താ പലരുടെയും വിചാരം. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒന്ന് ചുമച്ചാലോ ഒന്ന് തുമ്മിയാൽ നമ്മൾ എന്ത് കഴിച്ചു, എത്ര കഴിച്ചു, പനി പിടിച്ചോ, നടുവിനെ, യാത്ര പോയോ, ടെൻഷൻ അടിച്ചോ, അധ്വാനിച്ചോ, വ്യായാമം ചെയ്തോ, കാലാവസ്ഥക്കനുസരിച്ച് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ ഈ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഇതിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ഒരിക്കലും ഇത് അനങ്ങാതെ നിൽക്കുന്ന ഒരു സാധനമല്ല എന്ന് ആദ്യമേ എല്ലാവരും മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ശരിക്കും? ചിലപ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടിട്ട് പണ്ടെല്ലാം ഷുഗർ 180 മുകളിലാണ് പ്രമേഹം എന്ന് പറഞ്ഞിരുന്നത്, പിന്നെ അത് 140 പിന്നെ 125 പിന്നെ 100 മെഡിക്കൽ ലോബി ഞങ്ങൾ ചതിച്ചതാണ്, അങ്ങനെയാണ്. ഇതെല്ലാം മെസ്സേജ് കണ്ട് ഇതെല്ലാം വിശ്വസിച്ചിട്ട് ഉടനെ കേട്ടിട്ട് നമ്മളോടേക്കോ, സാറേ നിങ്ങളുടെ ചതിയല്ലേ ഇത് നിങ്ങൾ പറ്റിച്ചതല്ലേ. ഇത് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാതെ, ഈ വാല്യൂസ് വിലയിരുത്താൻ അറിയാതെ, പലപ്പോഴും വിഡ്ഢിത്തരം മാത്രം മനസ്സിലാക്കി വെച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കും പലരും. റൈറ്റ്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ സിമ്പിളായിട്ട് പറയാം. ഒരു ചെറിയ കുട്ടിയുടെ രക്തോട്ടവും ഒരു 30 വയസ്സുള്ള ആളുടെയും ഒരു 60 വയസ്സുള്ള ആളുടെയും 80 വയസ്സുള്ള ആളുടെ രക്തോട്ടവും സെയിം ആയിരിക്കും. അവരുടെ എല്ലാ കോശങ്ങൾക്കും ഗ്ലൂക്കോസ് വേണ്ടേ? അപ്പോൾ പ്രായം കൂടുന്തോറും രക്തോട്ടം കുറയുമ്പോൾ ഹൃദയം തള്ളുന്ന ബ്ലഡ് എല്ലാ കോശങ്ങളിലും എത്തും. അപ്പോൾ പ്രായം കൂടുന്തോറും കുറച്ച് ബ്ലഡ് ഷുഗർ കൂടിക്കൂടി വന്നാലല്ലേ അവരുടെ കോശങ്ങൾക്ക് എനർജി കിട്ടും. പ്രഷറും അതുപോലെ കൂടിക്കൂടി വന്നാലല്ലേ ബ്ലഡ് ഒഴുകിയെത്തും. സെക്സ് ഹോർമോൺസ്, സ്റ്റീറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്ന കൊളസ്ട്രോളും അല്പം കൂടി വന്നാലല്ലേ എല്ലാ ടാർഗറ്റ് ഓർഗൻസിലേക്ക് ഇത് എത്തും. സോ പ്രായം കൂടുന്തോറും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൂടിക്കൊണ്ടിരിക്കുന്നു. പഠിക്കുക, ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ്. ഇനി ഒരു ആവറേജ് എങ്ങനെ വിലയിരുത്തേണ്ടതെന്ന് പറയാം. അതിൻ്റെ അകത്തുനിന്ന് ഏജിനനുസരിച്ചുള്ള കമ്പാരിസണൊക്കെ നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെ കുറിച്ച് പറയാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ൽ താഴെ നോർമൽ എന്ന് പറയും. അതൊരു ആവറേജ് അഡൾട്ടിൻ്റെ ആണ്, ചിന്തിച്ചോളാം. 100-ൽ താഴെ, അത് 90, 92, 98, 100 വരെ, നമ്മൾ 99 വരെ നോർമൽ പറഞ്ഞു. 100 കണ്ടാൽ ഉടനെ തുടങ്ങും എല്ലാവരും പ്രീ ഡയബറ്റീസ് ആണ്. 100 തൊട്ട് 125 വരെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെ പ്രീ ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഏജ് അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളതും, ഇപ്പോൾ 99-ഉം 101-ഉം തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ഗ്ലൂക്കോസ്, ഇനി നിങ്ങളുടെ PPBS 140 ഉണ്ട്. ഈ ബ്ലഡിലെ ഗ്ലൂക്കോസ് 140 സമയത്തും ഈ 100 സമയത്തും നിങ്ങളുടെ രക്തത്തിൽ ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ രക്തക്കുള്ളിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഇതൊരളവ് പോലെ, ഞങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടിയുള്ള അളവ് പോലെ, വെറും വയറ്റിൽ എത്രയുണ്ട് ഗ്ലൂക്കോസ്, ഭക്ഷണം കഴിയുമ്പോൾ എത്ര കൂടുന്നുണ്ട്, ഈ ഫാസ്റ്റിംഗ് ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എത്രത്തോളം ഇൻസുലിൻ ചാടുന്നുണ്ട്, എത്രത്തോളം ഷുഗർ കൂടുന്നുണ്ട്, ഇതൊക്കെ വിലയിരുത്താൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സാണ് ഇതെല്ലാം. അതല്ല, ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട സാധനങ്ങളല്ല എന്ന് പഠിക്കുക ആദ്യം. റൈറ്റ്? ഇനി ഇപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ 100 എന്ന് പറഞ്ഞു. നമ്മൾ തലേ ദിവസം ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കുറുമയും കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി, മരുന്നെല്ലാം കഴിച്ച് വ്യായാമെല്ലാം ചെയ്തിട്ടാണ് പിറ്റേ ദിവസം രാവിലെ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുന്നതെന്ന് വിചാരിക്കുക. 100 കണ്ടു. അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, ചിലപ്പോൾ 2 ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചിട്ടുണ്ടാകും, ഭക്ഷണം കുറേ കൂടുതൽ കഴിച്ചു, രാത്രി 12 മണിക്ക് പോയി കിടന്നുറങ്ങി, അന്ന് വൈകുന്നേരം വ്യായാമം ചെയ്തില്ല, മരുന്ന് കഴിക്കാൻ മറന്നുപോയി, പിറ്റേ ദിവസം പോയിട്ട് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിയിട്ടുണ്ട്, ചിലപ്പോൾ 150 ആയിരിക്കും. ഇതെങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യുക? ഏതാണ് കൂടുതൽ, ഏതാണ് കുറവെന്ന്? സോ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോൾ തലേ ദിവസം കഴിച്ച ഭക്ഷണം പോലും, പിറ്റേ ദിവസം രാവിലെ വെള്ളം പോലും കുടിച്ചാൽ കുടലിലെ മൂവ്മെൻറ്റ് ഉണ്ട്, അതനുസരിച്ച് ഇത് വ്യത്യാസം വരാമെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ പഠിക്കാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ൽ താഴെ നോർമൽ. അതിൻ്റെ ഒപ്പം HbA1c കമ്പയർ ചെയ്ത് പറയുമ്പോൾ HbA1c 5.5-ൻ്റെ താഴെ നോർമൽ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 തൊട്ട് 125 വരെ പ്രീ ഡയബറ്റിസ് എന്ന് പറയാം.
അതിന് കമ്പയറബിൾ ആയിട്ട് HbA1c നോക്കിയിട്ടുണ്ടെങ്കിൽ 5.5 to 6.4. റൈറ്റ്. അപ്പം ഇത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ്. അതാണ് ഈ 100-125 കൺഫ്യൂഷൻ പലർക്കും ഉണ്ടായത്. 126 മുകളിലേക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഡയബറ്റീസിലേക്ക് ആയി തുടങ്ങി എന്ന് കണക്ക് കൂട്ടുന്നു. പക്ഷേ ഇത് ഏജ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്ന കൂടെ മനസ്സിൽ വേണം. പല ദിവസം കഴിച്ച ഭക്ഷണത്തിനനുസരിച്ചും നമ്മുടെ ആക്ടിവിറ്റീസിനനുസരിച്ചും കാലാവസ്ഥക്കനുസരിച്ചും നമ്മൾക്ക് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നനുസരിച്ചും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കണം. റൈറ്റ്. ഇതേപോലെ ആഫ്റ്റർ ഫുഡ് നോക്കുന്നത് 140 മുകളിലേക്ക് കയറുമ്പോൾ അത് കുറച്ച് കൂടി തുടങ്ങിയെന്ന് കരുതുന്നത് അത് ചില കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ 150, 160, 170 വരെ എല്ലാം പോയേക്കാം. പിന്നെ എന്താണ് ഈ 180 കണക്ക്? അപ്പോൾ അത് ഫാസ്റ്റിംഗ് ആയാലും PPBS ആയാലും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ 180 വരെ, അതിനെ പറഞ്ഞ റീനൽ ത്രഷോൾഡ് എന്നാണ്. 180 വരെ ബ്ലഡ് ഷുഗർ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ബ്ലഡ് ഷുഗർ ആണെന്നാണ് പറയുന്നത്. 180 മുകളിലേക്ക് ബ്ലഡ് ഷുഗർ കൂടിയാൽ, ഇപ്പോൾ ഒരു ഡാം മനസ്സിൽ വിചാരിക്കുക. ഒരു 180 അടി ഹൈറ്റുള്ള ഒരു ഡാം. ഈ ഡാമിലെ വെള്ളം 100 അടി ആയാലും 100 അടി ആയാലും 120, 130, 150, 160 അടി ആയാലും യൂറിൻ ഷുഗർ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നില്ല. പക്ഷെ 180 മുകളിലേക്ക് വെള്ളം പൊങ്ങിയാൽ അധികമുള്ള വെള്ളം സ്പിൽ ഓവറിൽ കൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇതേപോലെ നമ്മുടെ കിഡ്നിക്ക് താങ്ങാവുന്ന ഏറ്റവും കൂടിയ ബ്ലഡ് ഷുഗറിൻ്റെ അളവിനാണ് റീനൽ ത്രഷോൾഡ് എന്ന് പറയുന്നത്. അത് നോർമൽ കിഡ്നിക്ക് 180 180 മുകളിലേക്ക് ബ്ലഡ് ഷുഗർ കൂടുമ്പോഴാണ് അധികമുള്ള ബ്ലഡിലെ ഗ്ലൂക്കോസ് കിഡ്നിയിലൂടെ അരിച്ച് മൂത്രത്തോടെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് യൂറിൻ ഷുഗർ കാണിക്കാൻ തുടങ്ങുക. പണ്ട് കാലത്തെ വൈദ്യന്മാർ മൂത്രം നക്കി നോക്കിയിട്ടാണ് പ്രമേയം തീരുമാനിച്ചിരുന്നത്. പിന്നീടാണ് ടെസ്റ്റിങ്ങുകളൊക്കെ വന്നത്. ആദ്യം ടേസ്റ്റിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൈറ്റ്. സോ ഇവിടെ ചിന്തിക്കുക, ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങോ PPBS ഒന്നും നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ 180 മുകളിലെത്തി യൂറിനിലൂടെ ഷുഗർ പോകാൻ തുടങ്ങുമ്പോൾ അത് നമുക്ക് ശരീരത്തിന് താങ്ങാവുന്നതിൻ്റെ മുകളിലേക്ക് എത്തിത്തുടങ്ങി എന്ന് വിലയിരുത്തുക. റൈറ്റ്. ഈവൻ ഫാസ്റ്റിംഗ് ഷുഗർ 170 വന്നു, പക്ഷേ യൂറിൻ ഷുഗർ ഇല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം? സോ ഇത് കമ്പയർ ചെയ്ത് വിലയിരുത്തേണ്ടത് ഞങ്ങൾ ഡോക്ടേഴ്സാണ് ശരിക്കും. പക്ഷെ ഇത് ശരിക്കും മനസ്സിലാക്കാതെ നിങ്ങൾ പലരും വെറുതെ ടെൻഷൻ അടിക്കും. സോ ഗ്ലൂക്കോസ് കിഡ്നിയിലൂടെ അരിച്ചു പോയിക്കൊണ്ടേയിരുന്നാൽ അത് ചിലപ്പോൾ പിന്നീട് കിഡ്നിക്ക് കേടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ. സോ യൂറിൻ ഷുഗർ ഇല്ലാത്ത തരത്തിൽ ബ്ലഡ് ഷുഗർ കൺട്രോളിൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മാത്രം ചിന്തിക്കുക. അത് ഫാസ്റ്റിംഗ് ആയാലും PPBS ആയാലും നിങ്ങളുടെ അകത്തൊരു അവയവം ചിന്തിച്ചോ. ഇപ്പം കിഡ്നിയിലേക്ക് രക്തം ഒഴുകി വരുന്നു. നിങ്ങൾ വായിലൂടെ ഭക്ഷണം കഴിച്ചോ ഇല്ലെന്ന് കിഡ്നിക്ക് അറിയോ? കിഡ്നിയിൽ എത്രത്തോളം ഷുഗർ കൂടുന്നു അത് കിഡ്നിയെ ബാധിക്കുമെന്ന് ചിന്തിക്കുക. സോ ഓരോ അവയവങ്ങൾക്കും. സോ ഇത് മനസ്സിലാക്കാതെയാണ് ഫാസ്റ്റിംഗ് ആണോ PPBS ആണോ എന്നുള്ള സംശയം പലപ്പോഴും പലരും ചോദിക്കും. റൈറ്റ്. സോ ഈ ഒരു കമ്പാരിസൺ മനസ്സിൽ കിടക്കണം. 100 താഴെ നോ ഡയബറ്റീസ്, 100 to 125 പ്രീ ഡയബറ്റീസ്, HbA1c 5.5 to 6.4. എബവ് ദാറ്റ് 6.5 തൊട്ട് മുകളിലേക്ക് HbA1c കൂടുമ്പോൾ നമ്മൾ ഡയബറ്റീസ് ആയി തുടങ്ങിയത്. പിന്നെ ആവറേജ് 3 മാസത്തെ HbA1c എടുക്കുന്നത്. അത് 7 എത്തുമ്പോൾ ആവറേജ് ബ്ലഡ് ഷുഗർ 140, 8 എത്തുമ്പോൾ 170 +30. സോ അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസിൻ്റെ റീസെൻ്റ് ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചത് HbA1c ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ 7 and 8. അതായത് ആവറേജ് ബ്ലഡ് ഷുഗർ 140-ൻ്റെയും 170-ൻ്റെ ഇടക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. അതിൻ്റെ അർത്ഥം ഫാസ്റ്റിംഗ് ഷുഗർ 150 മുകളിൽ കൊണ്ട് നിർത്തണമെന്നോ PPBS നിർത്തണമെന്നല്ല. ആവറേജ് ബ്ലഡ് ഷുഗർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഒരു ചെറുപ്പക്കാരന് ചിലപ്പോൾ 130, 140, 120, 130 റേഞ്ചോ മധ്യ പ്രായത്തിനനുസരിച്ച്. ഒരു പ്രമേയ രോഗിക്ക് 50, 60, 70 വയസ്സുള്ള ആളാണെങ്കിൽ 140 to 170 മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ കാഴ്ചപ്പാട് ഞാൻ അങ്ങനെ പറയുക. അതിൻ്റെ കാരണം നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയും തോറും നിങ്ങളുടെ പാൻക്രിയാസ് ഇൻസുലിൻ ചാടാനുള്ള സാധ്യത കുറയും. ബ്ലഡ് ഷുഗർ 100-90 എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇൻസുലിൻ ചാടേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻസുലിൻ ചാടിൽ എന്ത് പറ്റും? നിങ്ങളുടെ ഷുഗർ 80, 70, 60 കുറഞ്ഞു പോയാൽ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാം. റൈറ്റ്. സോ 140, 170 ഇടയ്ക്ക് ബ്ലഡ് ഷുഗർ നിർത്തുന്നു.
അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് യൂറിൻ ഷുഗർ പോകുന്ന അവസ്ഥയിലേക്ക് അധികം കയറിപ്പോകാതെ കൺട്രോൾ ചെയ്യുകയും അറൗണ്ട് 140 to 170 അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിലാണ് ഞാൻ എൻ്റെ പേഷ്യൻസ് ഏറ്റവും നല്ലതെന്ന് പറയാറ്. കാരണം ഇപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ 100 ആണെങ്കിലും എൻ്റെ ഒരു പേഷ്യൻ്റ് രാവിലെ എന്നും വ്യായാമം ചെയ്യുന്നവരാണ്. ഇവർ വ്യായാമം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഷുഗർ കുറയാൻ തുടങ്ങും. 90, 80, 70 അവർക്ക് ക്ഷീണം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ വ്യായാമം ചെയ്യില്ല. അതേസമയം ഷുഗർ 140 ആണെങ്കിലോ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അത് 130, 120, 110, 190 ഒരു കുഴപ്പമില്ല. സോ ഇത് കറക്റ്റായിട്ട് ഒരു ലെവൽ ഒരു ആവറേജ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നിടത്താണ് ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാം വിജയിക്കുന്നത്. സോ ബേസിക് കാര്യങ്ങൾ രോഗികൾ പഠിച്ചു വെക്കുക. ഈ മൈന്യൂട്ട് വാല്യൂസിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നത്. സോ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഫാസ്റ്റിംഗ് ഷുഗർ 100-ൽ താഴെ നോർമൽ, 100 തൊട്ട് 125 വരെ പ്രീ ഡയബറ്റീസ്, 125 140 വരെ ഓക്കെ എന്ന് പറഞ്ഞു വിടാന്ന്. അതിൻ്റെ മുകളിലേക്ക് കയറും തോറും പതുക്കെ പതുക്കെ നമ്മളുടെ ബ്ലഡ് ഷുഗർ കൂടുന്നു എന്നുള്ള ചിന്തിക്കുക. യൂറിൻ ഷുഗർ പോകാൻ തുടങ്ങുമ്പോൾ ശരീരത്തിന് താങ്ങാവുന്നതിനേക്കാൾ അധികം ഉള്ള ഗ്ലൂക്കോസ് യൂറിനിലൂടെ പോകാൻ തുടങ്ങി. ഇതാണ് പണ്ട് കാലത്തെ മൂത്രം പരിശോധിച്ച് വൈദ്യന്മാരും പഴയകാല ഡോക്ടർമാരും തീരുമാനമെടുത്തിരുന്നത്. ഇനി അവിടുന്ന് വീണ്ടും വീണ്ടും ഷുഗർ കൂടുന്തോറും ഇത് നമ്മുടെ രക്തക്കൊള്ള എത്രത്തോളം ബാധിക്കുമെന്ന് ചിന്തിക്കണം. അപ്പോൾ ഹൈ ആയിട്ട് സ്ഥിരം ബ്ലഡ് ഷുഗർ കിടന്നിട്ടുണ്ടെങ്കിൽ രക്തക്കൊള്ള കംപ്ലീറ്റ് ദ്രവിച്ചു പോകും. അപ്പോൾ സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ് വന്ന് കാലും കണ്ണും കിഡ്നിയൊക്കെ കേടാവുന്നത്. സോ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് എനർജിയാക്കി കളയാനുള്ള വ്യായാമം ചെയ്യുന്ന ഒരാളാണെന്ന് വെക്കുക. അയാളുടെ ബ്ലഡ് ഷുഗർ 160, 170, 180 നിന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയം ഒട്ടും വ്യായാമം ചെയ്യാത്ത ആൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100ൻ്റെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കൈയടിക്കും വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ 100 ഗ്ലൂക്കോസ് അവിടെ അടിഞ്ഞിട്ടിരിക്കുകയാണ് വ്യായാമം ചെയ്യാത്ത ആൾക്ക്. സോ ബ്ലഡ് ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് അന്നന്ന് കഴിക്കണ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ. അത് നിങ്ങളുടെ ലൈഫ് സ്പാൻ കൂട്ടും. നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി മരിക്കാൻ, കിടന്ന് നരകിച്ച് കൈയും കാലും കിഡ്നി കേടാകാതെ ആരോഗ്യത്തോട് മരിക്കാനുള്ള വഴി തെളിച്ചു തരും. ഇതാണ് ഓരോ ഡയബറ്റിക് പേഷ്യൻസും പഠിക്കേണ്ടത്, ലൈഫിൽ പ്രാക്ടിക്കലാക്കേണ്ടത്. താങ്ക് യു.